ഹായ്, എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ചക്കയുടെയും മാങ്ങയുടെയും കാലമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ മാങ്ങ കൊണ്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഒരു പാത്രമെടുത്ത് അച്ചാറിനാവശ്യമായ മാങ്ങകൾ അതിലേക്കിട്ട് നല്ലവണ്ണം കഴുകിയെടുക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയും കഴുകി വൃത്തിയാക്കി വയ്ക്കുക. ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു പാത്രത്തിലേക്കിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ പെരക്കി കുറച്ച് സമയം അടച്ചു വയ്ക്കുക. അതിനിടയ്ക്ക് നമുക്ക് വേറെന്തെങ്കിലും ജോലികൾ ചെയ്യാം. ഒരു ഐസൊക്കെ വേണമെങ്കിൽ തിന്നാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക്, ഉലുവ എന്നിവ ചേർക്കുക. ഇതിന്റെ ബഹളം നിൽക്കുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്ത് നല്ലതുപോലെ മൂപ്പിക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി ചേർക്കുക. എരിവുള്ള മുളകോ വിനാഗിരിയോ ഒന്നും ചേർക്കുന്നില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. ഇതിലേക്ക് ചൂടുവെള്ളത്തിൽ കലക്കി വെച്ച കായം ഒഴിച്ചു കൊടുക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം മുറിച്ചു വെച്ച മാങ്ങയിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതോടെ വളരെ എളുപ്പത്തിൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി. ഇനി ഇത് അലൂമിനിയം പാത്രത്തിൽ വയ്ക്കരുത്. പ്ലാസ്റ്റിക് കുപ്പികളിലും അച്ചാർ സൂക്ഷിക്കരുത്. ഗ്ലാസ് കുപ്പികളിലാണ് അച്ചാർ സൂക്ഷിക്കേണ്ടത്. തൽക്കാലം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ അച്ചാറിന്റെ ആവശ്യമായ ചുവപ്പ് നിറം കണ്ണിലും ഹൃദ്യമായ മണം മൂക്കിലും നിറഞ്ഞപ്പോൾ ഈ പാത്രത്തിൽ കുറച്ച് ചോറിട്ട് കഴിച്ചില്ലെങ്കിൽ എനിക്കിന്ന് ഉറക്കം കിട്ടുകയില്ല. പഴകും തോറും രുചി കൂടുന്ന ഒരു വിഭവമാണ് അച്ചാർ. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നാൾ കഴിഞ്ഞ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്.